ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 3 ഇയർ LLB 5 ഇയർ LLB സ്റ്റുഡൻസ് ഒക്കെ അലോട്ട്മെൻ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് അറിയാം. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്, എന്തെങ്കിലും അലോട്ട്മെൻറ്റ് വരട്ടെ, നിങ്ങൾക്ക് ആഗ്രഹിച്ചിടത്ത് തന്നെ പഠിക്കാൻ സാധിക്കട്ടെ. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ റാങ്ക് കുറവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് റീഗ്രൂപ്പ് ചെയ്യുക, അടുത്ത വർഷം കൃത്യമായിട്ട് പഠിച്ചെന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പോൾ നെവർ ഗീവ് അപ്പ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വക്കീലന്മാരാവാനുള്ളവരാ ഇല്ലേ? നമ്മൾ വക്കീലന്മാർ, നമ്മുടെ നിഘണ്ടുവിൽ ഇല്ലാത്തൊരു കാര്യമാണ് നെവർ ഗീവ് അപ്പ്. ഓൾവേസ് ഫൈറ്റ്. നമ്മൾ ജീവിതത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ പൊരുതി കഴിഞ്ഞാൽ നമുക്ക് എന്നായാലും നമ്മൾ ആഗ്രഹിച്ചത് എന്ത് ചെയ്യുക, നമുക്ക് നേടിയെത്തും. നിങ്ങൾക്കറിയാം, IPL RCB 18 കൊല്ലത്തിന് ശേഷമാണ് ഒരു കപ്പടിച്ചത് ഇല്ലേ? 18 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട വന്നു ഒരു കപ്പടിക്കാൻ. സോ ഗുഡ് തിങ്സ് വിൽ കം. അതിപ്പോൾ വൈകിയായാലും ഗുഡ് തിങ്സ് വിൽ കം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, സാർ ഏതൊക്കെ പ്രൈവറ്റ് കോളേജസ് ആണ് ഉള്ളത്, അവിടെ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. ഏതൊക്കെയാണ് കോളേജസ് ഉള്ളത്, അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര സീറ്റുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജില്ല തിരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്കറിയാം 4 ഗവൺമെൻറ് കോളേജസ് ആണ് ആകെ ഉള്ളത്. ഓക്കെ, 4 ഗവൺമെൻറ് കോളേജസ് ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 4 ഗവൺമെൻറ് കോളേജസിൽ നമുക്കറിയാം ട്രിവാൻഡ്രം ലോ കോളേജിൽ BA LLB ആണ് ഉള്ളത്. BA LLB ആണ് ഉള്ളത്. 120 സീറ്റാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ 5 ഇയർ LLB സ്റ്റുഡൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. 5 ഇയർ LLB ഉള്ള സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്നത്. ഇനി 3 ഇയറുകാർക്ക് വേണ്ടി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. 5 ഇയർ LLBയിൽ ഏകദേശം 28 പ്രൈവറ്റ് കോളേജസും പിന്നെ 4 ഗവൺമെൻറ് കോളേജസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രത്ത് BA LLB ആണ് 120 സീറ്റാണുള്ളത്. പിന്നെ എറണാകുളത്ത് BCom LLB ആണ് 60 സീറ്റാണുള്ളത്. പിന്നെ തൃശ്ശൂർ ലോ കോളേജിൽ BB LLB ആണ് 60 സീറ്റാണുള്ളത്. പിന്നെ കോഴിക്കോട് ലോ കോളേജിൽ BB LLB ആണ് 120 സീറ്റാണുള്ളത്. ഇതിൽ ട്രിവാൻഡ്രം ലോ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, എറണാകുളം ലോ കോളേജ് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. പിന്നെ തൃശ്ശൂർ ലോ കോളേജും കോഴിക്കോട് ലോ കോളേജും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. തൃശ്ശൂർ ലോ കോളേജും കോഴിക്കോട് ലോ കോളേജും BB LLB ഹോണേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എറണാകുളത്ത് BCom LLBയും പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് BA LLB ആണ്. ഇനി നമുക്ക് പ്രൈവറ്റ് കോളേജസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈവറ്റ് കോളേജസ് ഉള്ളത് അതിൽ അല്ലസർ കോളേജ് തൊടുപുഴ ഇടുക്കി. അവിടെ BCom LLB ഉണ്ട്, BB LLB ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ BA LLB ഉണ്ട്. ഓക്കെ, ഓരോ കോഴ്സിനും 60 സീറ്റാണ്, മൊത്തം 150 സീറ്റാണ് ഉള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജിൽ 50% സീറ്റ്, പ്രൈവറ്റ് കോളേജുകളിലെ 50% സീറ്റ് എന്ന് പറയുന്നത് മെറിറ്റ് സീറ്റാണ്. ആ മെറിറ്റ് സീറ്റിലേക്ക് എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെൻറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ബാക്കി പകുതി സീറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സീറ്റ്. അതത് കോളേജിൻ്റെ, പ്രൈവറ്റ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അവർക്ക് ഇഷ്ടമുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് മെറിറ്റിൽ കിട്ടാൻ സാധ്യതയില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രൈവറ്റ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കി വയ്ക്കാം. കാരണം അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഓക്കെ, കാരണം ഫില്ലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞ് അതിൻ്റെ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അല്ലസർ കോളേജ് തൊടുപുഴ, BCom LLB, BB LLB, BA LLB ഈച്ച് 60 സീറ്റ്സ്. പിന്നെ നമ്മുടെ ഭാരത് മാതാ കോളേജ് ബിസോൾസ് ആലുവ എറണാകുളം. പിന്നെ നമ്മുടെ CSI കോളേജ് കോട്ടയം. ഓക്കെ, ബിസോൾസിൽ BCom LLB ഉണ്ട്, BB LLB ഉണ്ട്, BA LLB ഉണ്ട്. BCom LLBയും BA LLBക്കും 60 സീറ്റ് ഈച്ചാണ്. BB LLBക്ക് 120 സീറ്റാണ് ഉള്ളത്. ഓക്കെ, BA LLBക്ക് 120 സീറ്റാണ് ഉള്ളത്. ഇനി CSI കോളേജ് ഏറ്റുമാനൂർ കോട്ടയം, അവിടെ 2 കോഴ്സാണ് പ്രൊവൈഡ്, BCom LLBയും BA LLBയും. ഓക്കെ, BCom LLBയും BA LLBയും ഈച്ച് 60 സീറ്റ് വെച്ച്. ഓക്കെ, പിന്നെ CSI കോളേജ് ട്രിവാൻഡ്രം. ഓക്കെ, പാറശാല ട്രിവാൻഡ്രം, അവിടെ BA LLB ഉണ്ട്, BB LLB ഉണ്ട്, BCom LLB ഈച്ച് 60 സീറ്റ് വെച്ച്. ഓക്കെ, ഈച്ച് 60 സീറ്റ് വെച്ച്. പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ലോ കോളേജ് തൊടുപുഴ. ഓക്കെ, അവിടെയും രണ്ട് കോഴ്സുകളാണുള്ളത്, BCom LLBയും അതുപോലെ BB LLB ഈച്ച്. അതിലെ BCom LLB 60 സീറ്റുകളും BB LLB 120 സീറ്റും. പിന്നെ മാർ ഗ്രിഗോറിയസ് കോളേജ് ട്രിവാൻഡ്രം. ഓക്കെ, മാർ ഗ്രിഗോറിയസ് കോളേജ് ട്രിവാൻഡ്രം, അവിടെ BB LLB ഉണ്ട്, BA LLB ഉണ്ട്, BCom LLB ഉണ്ട്, ഈച്ച് കോഴ്സുകൾക്കും 60 സീറ്റ് വെച്ച്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, 5 ഇയറിൽ ഏറ്റവും കൂടുതൽ ലോ കോളേജുകൾ 5 ഇയർ ഒക്കെ ഉള്ളത് 28ഓളം പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൗണ്ട് സിയോൺ കോളേജ് കടമനിട്ട പത്തനംതിട്ട, അവിടെ 2 കോഴ്സുകളാണ് ഉള്ളത്, BCom LLBയും അതുപോലെ BB LLB ഈച്ച് 60 സീറ്റ് വെച്ച്.
ഓക്കെ. പിന്നെ നമ്മുടെ NSS ലോ കോളേജ് കൊട്ടിയം കൊല്ലം BA-LLB ആണുള്ളത്, അവിടെ 60 സീറ്റാണുള്ളത്. പിന്നെ കേരള ലോ അക്കാഡമി, ഓക്കെ, പേരൂർക്കട ട്രിവാൻഡ്രം, അവിടെ BCom LLB ആണുള്ളത്, 60 സീറ്റാണുള്ളത്. ഈ കേരള ലോ അക്കാഡമി അവരൊരു സെപ്പറേറ്റ് എൻട്രൻസ് നടത്തുന്നുണ്ട്, അവിടെ സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി അവരൊരു സെപ്പറേറ്റ് എൻട്രൻസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെൻറ്റ് വഴിയും അവിടുത്തെ സീറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ SN ലോ കോളേജ് പൂത്തോട്ടം എറണാകുളം, അവിടെ BCom LLB ഉണ്ട്, BB-LLB ഉണ്ട്, BA-LLB ഉണ്ട്, ഈച്ച് 60 സീറ്റ് വെച്ച്. പിന്നെ SN ലോ കോളേജ് കൊല്ലം, അവിടെ BB-LLB ഉണ്ട്, BA-LLB ഉണ്ട്, BCom LLB ഉണ്ട്, ഈച്ച് 60 സീറ്റ് വെച്ച്. പിന്നെ അടുത്തത് നമ്മുടെ KMCT കോളേജ് കുറ്റിപ്പുറം മലപ്പുറത്ത്, അവിടെ BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്, ഈച്ച് 120 സീറ്റ് വെച്ച്. ഓക്കെ, ഈച്ച് 120 സീറ്റ്. പിന്നെ മർക്കസ് ലോ കോളേജ് കോഴിക്കോട്, അവിടെ BB-LLB ആണുള്ളത്, 60 സീറ്റുകളാണുള്ളത്. പിന്നെ VR എഴുത്തച്ഛൻ കോളേജ് പാലക്കാട്, ഓക്കെ, എലവഞ്ചേരി പാലക്കാട്, BB-LLB ഹോണേഴ്സ് ആണുള്ളത്, 60 സീറ്റുകളാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ എയിം ലോ കോളേജ് പൊയ്യ തൃശ്ശൂർ, ഓക്കെ, തൃശ്ശൂർ BB-LLB ഹോണേഴ്സ് ആണുള്ളത്, 60 സീറ്റാണുള്ളത്. പിന്നെ നമ്മുടെ MCT കോളേജ് മലപ്പുറം മേൽമുറി മലപ്പുറം, BB-LLB ആണുള്ളത്, 60 സീറ്റുകളാണുള്ളത്. പിന്നെ നെഹ്റു അക്കാദമി ഓഫ് ലോ ലക്കിടി പാലക്കാട്, BB-LLB ഹോണേഴ്സ് ആണുള്ളത്, അതുപോലെ BCom LLB ഹോണേഴ്സ് അവിടെ ഉണ്ട്, ഈച്ച് 60 സീറ്റ് വെച്ച്. പിന്നെ അല്ലമീൻ ലോ കോളേജ് കൊളപ്പള്ളി ഷൊർണൂർ, BB-LLB ഹോണേഴ്സ് ആണുള്ളത്, 60 സീറ്റുകളാണുള്ളത്. പിന്നെ നമ്മുടെ ഗുരു നിത്യചൈതന്യ യതി കോളേജ് ഓഫ് ലോ കായംകുളം ആലപ്പുഴയിൽ, BA-LLB ആണുള്ളത്, 60 സീറ്റുകളാണുള്ളത്. അടുത്തത് മാർ ഇവാനിയസ് ലോ കോളേജ് ചെങ്ങന്നൂർ ആലപ്പുഴ, അവിടെ BA-LLB ഉണ്ട്, BCom LLB ഉണ്ട്, ഈച്ച് 60 സീറ്റ് വെച്ച്. പിന്നെ ഡിവൈൻ ലോ കോളേജ്, പുതുതായി വന്ന ഡിവൈൻ ലോ കോളേജ് പത്തനംതിട്ട, അവിടെയും BA-LLB ഉണ്ട്, BCom LLB ഉണ്ട്, ഈച്ച് 60 സീറ്റ്. പിന്നെ അടുത്തത് ഭവൻസ് ലോ കോളേജ് കോഴിക്കോട്, ഓക്കെ, അത് BB-LLB ഹോണേഴ്സ് ആണുള്ളത്, 120 സീറ്റാണുള്ളത്. പിന്നെ സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി കോട്ടയം, ഓക്കെ, ഇവിടെയും BB-LLB ഉണ്ട്, BA-LLB ഉണ്ട്, ഈച്ച് 60 സീറ്റ് വെച്ച്. ഓക്കെ. പിന്നെ സിൽവർ ജൂബിലി ലോ കോളേജ് പൂവച്ചൽ കാട്ടാക്കട ട്രിവാൻഡ്രം, അത് BA-LLB ആണുള്ളത്, 60 സീറ്റാണുള്ളത്. പിന്നെ IMT ലോ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം, അവിടെ BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്, ഈ 40 സീറ്റ് വെച്ചാണുള്ളത്, ഈച്ച് 40 സീറ്റ്സ്. പിന്നെ ഇന്ദിരാഗാന്ധി ലോ കോളേജ് നെല്ലിക്കുഴി കോതമംഗലം എറണാകുളമാണ്, BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്, 60 സീറ്റ്, ഈച്ച് കോഴ്സുകൾക്കും 60 സീറ്റ്. പിന്നെ ഇലാഹിയ ലോ കോളേജ് മൂവാറ്റുപുഴ എറണാകുളം, BA-LLB ഹോണേഴ്സ് ആണുള്ളത്, 60 സീറ്റാണുള്ളത്. പിന്നെ KMM ലോ കോളേജ് തൃക്കാക്കര എറണാകുളം, കാക്കനാട് എറണാകുളം, BCom LLB ആണുള്ളത്, 60 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും, അതായത് 28ഓളം പ്രൈവറ്റ് ലോ കോളേജുകൾ 5 ഇയർ LLB എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല കോഴ്സുകൾ, ചിലയിടത്ത് BA-LLB ഉണ്ട്, ചിലയിടത്ത് BCom LLB ഉണ്ട്, ചിലയിടത്ത് BB-LLB, ചില സ്ഥലത്ത് 3 ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ എന്ത് ചെയ്യുന്നുണ്ട് നോക്കി ചെയ്യുക അതിൻ്റെ. ഓക്കെ. ഇനിയും നമുക്ക് ഡിസ്ട്രിക്ട് തിരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ. ഡിസ്ട്രിക്ട് തിരിച്ചാൽ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്, അവിടെ ഏതൊക്കെ ലോ കോളേജസ് ഉള്ളതെന്നാണ് ഞാൻ മെയിനായിട്ട് പറയാം. ഓക്കെ. അതിൽ ട്രിവാൻഡ്രത്ത് നമുക്കറിയാം ഗവൺമെൻറ് ലോ കോളേജ് ഒരെണ്ണമുണ്ട്, ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം ഉണ്ട്. പിന്നെ ഉള്ള പ്രൈവറ്റ് കോളേജ് എന്ന് പറയുന്നത് കേരള ലോ അക്കാഡമി BCom LLB, പിന്നെ CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്, അവിടെ BB ഉണ്ട്, BCom ഉണ്ട്, BA-LLB ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ മാർ ഗ്രിഗോറിയസ് ലോ കോളേജ്, അവിടെ BBA ഉണ്ട്, BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്, BA-LLB ഉണ്ട്. ഓക്കെ. പിന്നെ സിൽവർ ജൂബിലി ലോ കോളേജ്, അവിടെ BA-LLB ആണുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ലോ കോളേജ് കൊണ്ട് കൂട്ടി മൊത്തം 5 ലോ കോളേജസ് ആണ് ഉള്ളത്. ഓക്കെ. ഇനി നമുക്ക് എറണാകുളത്ത് നമുക്ക് നോക്കാം. എറണാകുളത്ത് നമുക്കറിയാം ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം ഉണ്ട്, അവിടെ BCom LLB ആണുള്ളത്. പിന്നെ ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഉണ്ട്, അവിടെ BA-LLB ഉണ്ട്, BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്. ഓക്കെ. പിന്നെ SN ലോ കോളേജ് പൂത്തോട്ട, അവിടെ BA-LLB ഉണ്ട്, BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി ലോ കോളേജ്, ഓക്കെ, അവിടെ BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്. പിന്നെ ഇലാഹിയ ലോ കോളേജ്, ഓക്കെ, അവിടെ BA-LLB ഉണ്ട്. പിന്നെ KMM ലോ കോളേജ്, അവിടെയും BCom LLB ഉണ്ട്. അപ്പോൾ എറണാകുളത്ത് ഗവൺമെൻറ് ലോ കോളേജും കൂടെ കൂട്ടി മൊത്തം 6 ലോ കോളേജസ് ഉണ്ട്. ഓക്കെ. 6 ലോ കോളേജസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി തൃശ്ശൂർ നമുക്കറിയാം ഗവൺമെൻറ് ലോ കോളേജ് GSC തൃശ്ശൂരുണ്ട്, BB-LLB ആണ് പ്രൊവൈഡ്. പിന്നെ എയിം ലോ കോളേജ് പൊയ്യ, അവിടെ BB-LLB ആണുള്ളത്. ഇനി പാലക്കാട് നമുക്ക് നോക്കാം. പാലക്കാട് VR എഴുത്തച്ഛൻ ലോ കോളേജ് ഉണ്ട്, VR എഴുത്തച്ഛൻ ലോ കോളേജ് BB-LLB ഹോണേഴ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ നെഹ്റു ലോ അക്കാഡമി ഉണ്ട്, BB-LLB ഉണ്ട്, BCom LLB ഉണ്ട്. പിന്നെ അല്ലമിൻ ലോ കോളേജ് ഷൊർണൂർ, അവിടെ BB-LLB ആണ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ മലപ്പുറത്ത്
MCT കോളേജിന് മേൽമുറി, അവിടെ BBLLB ആണ് പ്രൊവൈഡ്. പിന്നെ IMT ലോ കോളേജ് പെരിന്തൽമണ്ണ, BBLLB ഉണ്ട്, BCom LLB ഉണ്ട്. പിന്നെ KMCT ലോ കോളേജ് കുറ്റിപ്പുറത്ത്, അവിടെയും BBLLB ഉണ്ട്, BCom LLB ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കോഴിക്കോട് നമുക്ക് നോക്കാം. കോഴിക്കോട് നമുക്കറിയാം എന്തുണ്ട്, GLC കോഴിക്കോട് ഉണ്ട്, അവിടെ BBLLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മർക്കസ് ലോ കോളേജ് ഉണ്ട്, മർക്കസ് ലോ കോളേജ് BBLLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഭവൻസ് ലോ കോളേജ് ഉണ്ട്, ഭവൻസ് ലോ കോളേജിൽ BBLLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൊല്ലം നോക്കാം. നമുക്ക് കൊല്ലത്ത് SN ലോ കോളേജ് ഉണ്ട്, SN ലോ കോളേജിൽ അവിടെ BLLB ഉണ്ട്, BCom LLB ഉണ്ട്, BBLLB ഉണ്ട്. ഓക്കെ, പിന്നെ NSS ലോ കോളേജ് ഉണ്ട്, അവിടെ BALLB ആണുള്ളത്. പിന്നെ കോട്ടയത്ത് സെൻറ്റ് ഡൊമിനിക് ലോ കോളേജ് ഉണ്ട്, അവിടെ BALLB ഉണ്ട്, BBLLB ഉണ്ട്. പിന്നെ CSI ഉണ്ട്, CSI ലീഗൽ സ്റ്റഡീസിൽ BALLB ഉണ്ട്, BCom LLB ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത് ഇടുക്കി നമുക്കത്, ഇടുക്കിയിൽ അല്ലസർ ലോ കോളേജ് തൊടുപുഴയുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, BCom LLB ഉണ്ട്, BBLLB ഉണ്ട്, BALLB ഉണ്ട്. പിന്നെ കോപ്പറേറ്റീവ് ലോ കോളേജ് ഉണ്ട്, അവിടെ BBLLB ഉണ്ട്, BCom LLB ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ആലപ്പുഴയിൽ പ്രൈവറ്റ് ലോ കോളേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ടയിലും പ്രൈവറ്റ് കോളേജ് ഉണ്ട്. അതെല്ലാം ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയാണ് 5 year LLB പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് ലോ കോളേജസ് ഉള്ള പ്രൈവറ്റ് ലോ കോളേജും അതുപോലെ ഗവൺമെൻറ് ലോ കോളേജ്. അപ്പോൾ 4 ഗവൺമെൻറ് കോളേജും ഉണ്ട്, 28 പ്രൈവറ്റ് ലോ കോളേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏതാണ് പ്രിഫറൻസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കോളേജും കാര്യങ്ങളും എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് 1-2 കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കണം, സാർ എനിക്ക് MG യൂണിവേഴ്സിറ്റിയുടെ സിൽറ്റിൽ അഡ്മിഷൻ കിട്ടി, അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ സിൽറ്റാണോ നല്ലത്, അതായത് ക്ലീ വഴി കിട്ടുന്ന കോളേജുകളാണോ നല്ലത്? പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചു, സാർ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി, അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണോ നല്ലത്, അതോ കേരള ലോ എൻട്രൻസ് കിട്ടുന്ന ക്യാമ്പസുകളാണോ നല്ലത്? ഞാൻ ഒരു കമ്പയറിങ് ഒന്നും ഞാൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അത് ഞാൻ എന്താ പറയുക, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ എല്ലാവിടെ പഠിച്ചാലും നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്ന് തന്നെയാണ്, ഇല്ലേ? വാലിഡ് ആയിട്ടുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളൊക്കെ തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, ആ കോളേജോ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയോ അഫിലിയേറ്റഡ് ആണ്, ബാർ കൗൺസിലായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് നോക്കണം. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, തമിഴ്നാടൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് തട്ടിപ്പുകളുണ്ട്. അപ്പം നിങ്ങളൊരു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ബാംഗ്ലൂരോ തമിഴ്നാടോ കേരളത്തിന് പുറത്ത് എവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴും ആ കോളേജോ യൂണിവേഴ്സിറ്റിയോ ബാർ കൗൺസിൽ അംഗീകരിച്ചതാണോ നോക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ബാർ കൗൺസിൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ചില യൂണിവേഴ്സിറ്റികൾ ചില കോളേജസിന് അഫിലിയേഷൻ ഇല്ലാത്ത കോളേജുകളൊക്കെ എന്താ പറയുക ഒഴിവാക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേക ശ്രദ്ധ. കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നിലവിൽ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ കേരളത്തിലിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും MG ആയാലും കുസാറ്റ് ആയാലും കേരള ലോ എൻട്രൻസ് വഴി കിട്ടുന്ന അവിടെ പഠിച്ചാലും കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വാലിഡ് തന്നെയാണ്. വാലിഡ് അല്ലാത്ത സർട്ടിഫിക്കറ്റും തരുന്നില്ല, വാലിഡ് തന്നെയാണ്. ആ വാലിഡ് ആയിട്ട് കിട്ടുന്ന LLB ഡിഗ്രി കൊണ്ട് നമുക്ക് ബാർ കൗൺസിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വക്കീലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും നിന്ന് കിട്ടുന്നത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്, LLB ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോ ഡൗട്ട്. ഡിഫറൻസ് ഉള്ളത് എക്സ്പോഷറാണ്, ഇല്ലേ? എക്സ്പോഷർ എല്ലാവരുടെയും ഒരുപോലെ തന്നെ. എക്സ്പോഷർ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ടീച്ചർമാരുടെ ഒരു എന്താ പറയുക ഫാക്കൽറ്റിയുടെ ഒരു റേഞ്ച് ആയിക്കോട്ടെ, ഇതൊക്കെ ഡിഫറെൻ്റാണ്. അത് പല സ്ഥലങ്ങളിലും ഡിഫറെൻ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇത്രയും കാലം കൊണ്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കണ്ട. ഞാൻ പറയുന്ന തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യാൻ പറ്റും. കേരളത്തിൽ LLB പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നുവാൽസ് കൊച്ചിയാണ്. ഓക്കെ, നുവാൽസ് കൊച്ചി കാക്കനാടാണ് ക്യാമ്പസ്. നുവാൽസിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നാഷണൽ ലെവൽ എൻട്രൻസ് ആയ ക്ലാറ്റ് എഴുതണം. ഇപ്പോൾ ക്ലാറ്റ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും, ഡിസംബറിലൊക്കെ അഡ്മിഷൻ. അതാണ് കേരളത്തിലെ LLB പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു, നുവാൽസ്. അതായത് നാഷണൽ ലെവൽ എൻട്രൻസ് ആയ ക്ലാറ്റ് എഴുതി കിട്ടി അഡ്മിഷൻ കിട്ടുന്ന സ്ഥലമാണ് നുവാൽസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല LLB പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ക്യുസാറ്റും അതുപോലെ തന്നെ കേരള ലോ എൻട്രൻസ് എഴുതി കിട്ടുന്ന ഗവൺമെൻറ് കോളേജസും അതുപോലെ തന്നെ ചുരുക്കം ചില പ്രൈവറ്റ് കോളേജസ്. ഓക്കെ, എല്ലാ പ്രൈവറ്റ് കോളേജസും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചുരുക്കം ചില പ്രൈവറ്റ് കോളേജസും അതുപോലെ തന്നെ 4 ഗവൺമെൻറ് കോളേജും ക്യുസാറ്റും. അപ്പോൾ ഈ പറഞ്ഞ നുവാൽസോ ക്യുസാറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 4 ഗവൺമെൻറ് കോളേജസോ അല്ലെങ്കിൽ എണ്ണം പറഞ്ഞ കുറച്ച് പ്രൈവറ്റ് കോളേജസിലോ
അവിടെ എവിടെയെങ്കിലും നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. എന്ന് നിങ്ങൾക്ക് അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ബാക്കിയുള്ള സ്ഥലങ്ങൾ മോശം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കുസാറ്റ്, നുവാൽസ്, അതുപോലെ 4 ഗവൺമെൻറ് ലോ കോളേജ്, അതുപോലെ ഏതാനും കുറച്ച് പ്രൈവറ്റ് ലോ കോളേജുകൾ. ഓക്കെ, അതിന് നിങ്ങൾ കൊടുക്കുക. ഇവിടെ കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് MGയും എന്താ പറയുക കണ്ണൂരൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിടത്ത് നിങ്ങൾ ജോയിൻ ചെയ്തോ, കുഴപ്പങ്ങളൊന്നുമില്ല. ജോയിൻ ചെയ്ത് നമുക്ക് ക്ലീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാറാവുന്ന തന്നെ ഉള്ളൂ. നമുക്ക് ക്ലീ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ കൺഫേം ആയാൽ നമുക്ക് അവിടുന്ന് TC എടുത്ത് ഇവിടെ നിങ്ങൾക്ക് വന്ന് ചേരാം. ക്ലീ കിട്ടിയ കോളേജ് ഏതാണെന്നുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾ കളയാൻ നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങളവിടെ പോയി ജോയിൻ ചെയ്തോ. എന്നിട്ട് ക്ലീ എന്തെങ്കിലും ആയിട്ട് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇല്ലേ, ഈ മാസമൊക്കെ അവസാനം അല്ലെങ്കിൽ സെക്കൻഡ് വീക്കൊക്കെ ആവും. അപ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് അവിടുന്ന് കിട്ടി ഒക്കെ ക്ലീ വഴി ഒരു കോളേജ് കിട്ടി കൺഫേം ആയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പ്രശ്നങ്ങൾ കിട്ടിയ സീറ്റ് ആരും കളയാൻ നിൽക്കുക, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതൊക്കെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ഗവൺമെൻറ് കീഴിൽ വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിന് പ്രശ്നങ്ങളില്ല. ഇനി ഏറ്റവും നല്ല പ്രൈവറ്റ് കോളേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ എന്താ പറയുക ഒരു കോളേജായിട്ട് ഞാൻ എന്താ പറയുക സജസ്റ്റ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കുക. ആ ലാസ്റ്റ് റാങ്കിൽ ഏറ്റവും കുറവ് ലാസ്റ്റ് റാങ്കുകൾ കയറിയിട്ടുള്ള പ്രൈവറ്റ് കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, ഏറ്റവും കുറവ് ലാസ്റ്റ് റാങ്കുകൾ കയറിയ ലോ കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നിങ്ങൾ അവിടെ നിങ്ങൾ. പിന്നെ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് ആ കോളേജിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളൊരു LLB ഒരു കോളേജിൽ പഠിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, കൃത്യമായിട്ടുള്ളൊരു അക്കാദമിക് അന്തരീക്ഷം വേണം. കാരണം നമ്മൾ പഠിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സാണ്, LLB ആണ്. ഒരു നോർമൽ ഡിഗ്രി അല്ല നമ്മൾ പഠിക്കുന്നത്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, LLB ആണ്. അപ്പോൾ അതിൻ്റേതായ അക്കാദമിക് ഫെസിലിറ്റീസ് അവിടെ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് LLBക്ക് പഠിക്കണമെങ്കിൽ ഒരുപാട് ബുക്സും കാര്യങ്ങളും വേണം. അപ്പം നല്ലൊരു ലൈബ്രറി നമുക്ക് വേണം അവിടെ, നല്ലൊരു ലൈബ്രറി വേണം. കാരണം നമുക്ക് റെഫർ ചെയ്യാനും അസൈൻമെൻറ്റ് എഴുതാനും എക്സാമിന് പഠിക്കാനൊക്കെ എന്ത് ചെയ്യുക, ബുക്സ് വേണം. നല്ലൊരു ലൈബ്രറി ഉണ്ടോ എന്ന് ഉറപ്പില്ല. അപ്പോൾ കൃത്യമായിട്ട് അക്കാദമിക് ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം. ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ക്ലാസ് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ നല്ലൊരു ലൈബ്രറി ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ദൂരെ നിന്ന് പഠിക്കുന്ന ഹോസ്റ്റൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ LLB ആണ്, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ലോ ഒക്കെ പഠിക്കാവുന്നത്. അപ്പോൾ അത് പഠിപ്പിച്ചു തരാൻ നല്ല ടീച്ചർമാർ വേണ്ടേ. അപ്പം നല്ല ഫാക്കൽറ്റീസ് ഉള്ള, അതായത് നന്നായി പഠിപ്പിക്കുന്ന ക്യാമ്പസുകൾ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജുകൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 5 വർഷമൊക്കെ പഠിക്കണമില്ലേ, ഏത് നേരം ക്ലാസ്സിനുള്ളിൽ തന്നെ കയറിക്കാൻ പറ്റുമോ? ഇല്ല, പരിപാടികൾ വേണ്ട. അപ്പോൾ പ്രോഗ്രാംസ്, അതിപ്പോൾ അക്കാദമിക് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, കൾച്ചറൽ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ഉള്ള. അപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, നമ്മുടെ ബേസിക് ഫെസിലിറ്റീസ്, ക്ലാസ് റൂമും കാര്യങ്ങൾ. പിന്നെന്താ വേണ്ടത്? നല്ലൊരു ലൈബ്രറി. പിന്നെ അക്കാദമിക് ഫെസിലിറ്റീസ്. പിന്നെന്താ വേണ്ടത്? നല്ല ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ്, പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു പ്രൈവറ്റ് കോളേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിച്ച് ഇപ്പോൾ അടുത്തൊക്കെ ഇറങ്ങിയ ആൾക്കാരുണ്ടാവും, അവരടുത്ത് പാസ് ഔട്ട് ആയവരടുത്തൊക്കെ സംസാരിക്കുക. ഓരോ കോളേജുകളിൽ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അവിടെ പോയി നിങ്ങൾ ജോയിൻ ചെയ്ത് ഞാൻ പഠിക്കും. ഒരു പ്രത്യേക പ്രൈവറ്റ് കോളേജിനൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ പ്രിസ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളായിട്ട് അന്വേഷിച്ച് പിടിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ടൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അക്കാദമിക് ഫെസിലിറ്റീസ്, ബേസിക് ഫെസിലിറ്റീസ്, ലൈബ്രറി, ഹോസ്റ്റൽ, പിന്നെ പ്രോഗ്രാംസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ ഒരു റേഞ്ച്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫാക്കൽറ്റീസിനാണ്. കാരണം നല്ല ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സബ്ജക്റ്റ് എളുപ്പത്തിൽ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗവൺമെൻറ് ലോ കോളേജസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഓക്കെ, ആ 4 ഗവൺമെൻറ് കോളേജസ് അവിടെ നോ റൂം ഓഫ് കമ്പാരിസൺ. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിക്കും, സാർ ഏതാണ് നല്ലത്, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണോ, ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടാണോ? അവിടെ ദർ ഇസ് നോ റൂം ഓഫ് കമ്പാരിസൺ. ഗവൺമെൻറ് ലോ കോളേജസ്, ഓരോ ഗവൺമെൻറ് ലോ കോളേജും ഒന്നിലൊന്നിലും മികച്ചതാണ്. ഒന്നിലൊന്നിലും വെച്ച് ഒരു പ്രശ്നവുമില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് ഈ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ലൈബ്രറി നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് ഇല്ലേ, നമുക്ക് എല്ലാവിധ ബേസിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും പുറത്ത് നിങ്ങൾക്ക് പരിപാടികളുണ്ടാവും, കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും, അക്കാദമിക് പ്രോഗ്രാംസ് ഉണ്ടാവും, നമുക്ക് യൂണിയൻ പ്രോഗ്രാംസ് ഉണ്ടാവും. നമുക്ക് ഏറ്റവും ബെസ്റ്റായ കോളേജ് ലൈഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കിട്ടാം. ബട്ട് സോ ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഫോർ. ഓക്കെ, അവിടെ എല്ലാവരും കയറാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ബട്ട് ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്
ആ 4 ഗവൺമെൻറ് ലോ കോളേജ്. കാരണം ഫ്രീഡം അതായിക്കോട്ടെ, നമുക്കൊരു ലൈഫ് ആയിക്കോട്ടെ, കോളേജ് ലൈഫ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഈ കോളേജുകൾ. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെച്ചാൽ ചവറ് പോലെ കോളേജുകൾ കൊടുക്കരുത്. ചവറ് പോലെ കോളേജ് കൊടുത്താൽ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ചേരണം. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ അവിടെ പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. വൺസ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ പോയി ചേരണം. ഓക്കെ, അപ്പോൾ വേണ്ടത് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. വേണ്ട ലോ കോളേജുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് മാത്രം കൊടുക്കുക. ഓക്കെ, അല്ലാണ്ട് ഇവരെ ചവറ് പോലെ എവിടെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു കോളേജൊക്കെ നിങ്ങളായിട്ട് ഡിസിഷനായിട്ട് തിരഞ്ഞെടുക്കുക. ഞാൻ ഇന്നൊരു ലോ കോളേജ് എന്നൊന്നും പറയും ഞാനിവിടെ പറയാൻ നിൽക്കുക, ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് LLB എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകൾ ഞാൻ പറഞ്ഞു, ഒന്ന് നുവാൽസ്, പിന്നെ ഒന്ന് ക്യുസാറ്റ്, പിന്നെ നമ്മുടെ 4 ഗവൺമെൻറ് ലോ കോളേജസും, പിന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഏതാനും പ്രൈവറ്റ്, എണ്ണം പറഞ്ഞ കുറച്ച് പ്രൈവറ്റ് ലോ കോളേജസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് ഹെൽപ്ഫുൾ, ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.